ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഓക്കെ, അനുമോദ് സാറാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ 8ാമത്തെ ദിവസം, നമ്മുടെ ചാലഞ്ചിന്റെ 8ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ 5 ചോദ്യം, നമ്മുടെ 8ാമത്തെ ദിവസത്തിലെ 5 ചോദ്യം. അപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് എന്തായി, 40 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ദിവസങ്ങൾ ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം മക്കൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും കാര്യം റിവൈസ് ചെയ്യുക, ചോദ്യങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒരു ദിവസം എടുത്ത് ചെയ്ത് നോക്കുക. അതിന് ഏറ്റവും നല്ല എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ചാലഞ്ചിന്റെ വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നില്ല. ആ ദിവസം മക്കൾ എന്ത് ചെയ്യുക, അത്രയും ദിവസം ആ ഒരു വീക്കിൽ നിങ്ങൾ ചെയ്ത പ്രോബ്ലംസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 5 ചോദ്യങ്ങൾ വെച്ച് നിങ്ങളിലേക്ക് എത്തുന്നു. വളരെ 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 ഭംഗിയായി മക്കൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. സാർ ഇവിടുന്ന് എന്ത് ചെയ്യും, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ എക്സ്മസ് പരീക്ഷ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, MS സൊല്യൂഷൻ ഉണ്ട് മക്കളെ. ഇനി വേറൊരു സൊല്യൂഷൻ വേണ്ട. നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം. ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ A = 125 degree, the BC = 8 centimeter, find the diameter of the circumcircle. ത്രികോണ ABC യിൽ കോൺ A 125, BC 8, പരിവൃത്ത വ്യാസം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ 125 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിലകൾ നമുക്ക് തരില്ല. പകരം നിങ്ങൾ നോക്കി സൈൻ 55ൻ്റെ വില തന്നിട്ടുണ്ടാ. സൈൻ 55ൻ്റെ വില എന്തിനായിരിക്കും സൈൻ 55 തന്നത്? സൈൻ 55 തന്നത് എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിവിടെ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് 55 ഡിഗ്രി. കാരണം എന്താ, മുകളിലുള്ള ഈ ആംഗിളും താഴെയുള്ള ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിവൃത്ത വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് സർക്കിൾ കാണാൻ 2r = A/sin A എന്നാണ് ഇക്വേഷൻ. A എന്ന് പറഞ്ഞാൽ ഇവിടെ 125 അല്ലടാ, 8 ആണ്. എത്രയാണ് വരിക? ക്യാപിറ്റൽ A എന്ന് പറയുന്നത് sin A. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് 8ഉം സൈൻ A എന്ന് പറയുന്നത് നമ്മൾ 125ന് പകരം എന്തെടുക്കുക? 55 എടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ 8/0.82. ആൻസർ 9.7, അപ്രോക്സിമേറ്റ് 9.7 എടുത്ത് കിട്ടും. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എ എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് ആണ്. കോഡ് ലെങ്ത് എന്ന് പറയുന്നത് ഞാണിൻ്റെ നീളമാണ്. ഞാണിൻ്റെ നീളം കാണാനുള്ള ഇക്വേഷൻ 2r sin A ആണെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ 2r = എങ്ങനെ എടുത്തത്? A/sin A എന്നെടുത്തത്. ഓക്കെ. കൺസെപ്റ്റ് ഓക്കെ അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സാർ കുറച്ചുകൂടി കൺസെപ്റ്റ്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഇതിൽ പറയാത്തത്. കൺസെപ്റ്റ് മക്കളെ കൃത്യമായിട്ട് എവിടെയുണ്ട് നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ ആപ്പുള്ള കുട്ടികളുടെ അടുത്തിൽ കൃത്യമായിട്ട് കൺസെപ്റ്റ് ഉണ്ട്. കൂടാതെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും യൂട്യൂബ് ലൈവ് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്, കൺസെപ്റ്റ് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം സാറ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഴുവൻ ഇക്വേഷൻസും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ MS സൊല്യൂഷൻ്റെ 10ാം ക്ലാസ്സിൻ്റെ SLCൻ്റെ ചാനലിൽ എന്തുണ്ട്, കൃത്യമായിട്ട് ആ വീഡിയോ ഉണ്ട്. അതൊന്ന് എടുത്ത് നോക്കുക. അതിൽ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഓരോ ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? അത് നോക്കുക, പ്രോബ്ലം നോക്കുക. ഓക്കെ. രണ്ടാമത്, show that 427597 lie on a line. 427597 ഒരേ വരയിലാണെന്ന് തെളിയിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ നോക്കിക്കോ, എങ്ങനെയാ ചെയ്യാന്ന് നോക്കിക്കോ. 427597 lie on a line. ഓക്കെ, ഒരേ വരയിലാണ്. ഇത് ശരിക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോർഡിനേറ്റ്സ് ആണ് എന്ന് വിചാരിക്കും. പക്ഷേ കോർഡിനേറ്റ്സ് അല്ല മക്കളെ. ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാത്രമേ എന്ത് ചെയ്യൂ, ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ. എന്നാലും ഇതെങ്ങനെ ചെയ്യാന്ന് പറയുന്ന സാധനമുണ്ട്. സ്ലോപ്പ് കാണുന്നുണ്ട്, ചിലർക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ചോദ്യം. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 സൈഡുകൾ എടുക്കുക. A എന്ന് പറയുന്നത് 42, B എന്ന് പറയുന്നത് 75, C എന്ന് പറയുന്നത് 97. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമുക്ക് ഡിസ്റ്റൻസ് വന്ന് കാണാം. AB-യുടെ ഡിസ്റ്റൻസും BC-യുടെ ഡിസ്റ്റൻസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, AC-യുടെ ഡിസ്റ്റൻസ് കിട്ടണം. ഓക്കെ. അങ്ങനെയാണ് ചോദ്യം വരിക. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോർഡിനേറ്റ്സ് വെച്ച് ചെയ്യുക. അങ്ങനെ പക്ഷേ കോർഡിനേറ്റ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് കിട്ടുന്നതിനെ കൊണ്ട് നമുക്ക് അതിൻ്റെ പ്ലസ് ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഓക്കെ. പകരം എന്ത് ചെയ്യുന്നുടാ, ശ്രദ്ധിക്കുക. എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. എടാ, ഇതിനെ നമുക്ക്
ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ഇതൊക്കെ ഒരേ വരയിലായിരിക്കും. അപ്പോൾ ഞാൻ എ ബിയുടെ സ്ലോപ്പ് കാണുന്നു. സ്ലോപ്പ് ഓഫ് എ ബിയുടെ സ്ലോപ്പ് ചരിവ് എന്നാണ് പറയുക, മലയാളത്തിൽ ചരിവ് എന്ന് പറയും. സ്ലോപ്പ് എ ബി എന്ന് പറഞ്ഞാൽ y2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2 ബൈ 7 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3 1 എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ സ്ലോപ്പ് ഓഫ് ചരിവാണ്, ചരിവ് ഓഫ് ആരുടെ ബി സി ചെയ്താൽ 7 മൈനസ് 5 ബൈ 9 മൈനസ് 7 2/2 1 കിട്ടി. രണ്ടും തുല്യമല്ലേ കിട്ടുന്നത്? രണ്ടും തുല്യം കിട്ടുകയാണെങ്കിൽ ഇതെന്താണ്? ഒരേ വരയിലാണ്. ലൈ ഓൺ എ ലൈൻ എന്ന് പറയാം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏതിന്? നമ്മുടെ ഈ പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ചിലർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി ചില കുട്ടികൾ ചോദിച്ചതുകൊണ്ടാണ് ചാപ്റ്ററിന് അന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകാണ്ട് തന്നെ നമ്മളെ ആപ്പിലും യൂട്യൂബിലും കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ വീഡിയോ, അതായത് ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ പോളിനോമിയൽ. സൊല്യൂഷൻ കാണാൻ. അപ്പോൾ x² + 7x + 10 എങ്ങനെയാണ് ചോദ്യം? x² + 7x + 10. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം മക്കളും ഇത് കൃത്യമായിട്ട് ചെയ്യും. കാരണം എന്താ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളുകളിൽ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ട്. ആപ്പിൽ അതിൻ്റെ L1 L2 L3 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ യൂട്യൂബ് ലൈവും ആപ്പ് ലൈവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ചാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ x² + 7x + 10 = 0 എന്നെടുക്കാം. അങ്ങനെ വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച സൊല്യൂഷൻ അതാകും വേഗം കഴിയും. ഇവിടെ a + b = 7 ab = 10 ഓക്കെ, ab 10 കിട്ടാൻ 1 × 10 2 × 5. ഇതിലേത് നമുക്ക് കൂട്ടിയാൽ 7 കിട്ടും, 2 5. അപ്പോൾ x + 2 x + 5 x + 2 x + 5 ആണ് ഫാക്ടേഴ്സ് എങ്കിൽ സൊല്യൂഷൻ ഘടകങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ പരിഹാരം കാണാൻ x = -2 ഓർ x = -5. x = -2 ഓർ x = എന്താണ്, -5 ആണ്. സിമ്പിൾ പ്രോബ്ലം. അടുത്തലേക്ക് പോയാലോ? ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ ഷോസ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 ടാൻജന്റ് ടു എ സർക്കിൾ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഒരു വൃത്തത്തിലെ 3 തൊടുവരകൾ ചേർന്ന ത്രികോണമാണ് എന്ത് ചുവടെ കാണുന്നത്. ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക. ഓക്കെ, ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക എന്നൊരു ചോദ്യം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, എങ്ങനെയാ ചെയ്യാന്ന് നോക്കും. ഇവിടെ 7 4 5 ആണ് സൈഡ്. ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു. ഇത് ഞാൻ A B C എന്നും ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് PQR എന്നും കണ്ടു കൊടുക്കുന്നു. AP ഞാൻ X ആക്കി എടുക്കുന്നു. AP ഞാൻ എന്താക്കി എടുക്കുന്നു? AP ഞാൻ X ആക്കി എടുക്കുന്നു. അങ്ങനെയാണ് AR എന്ത് തന്നെയാണ്, X ആണ്. അങ്ങനെയാണ് AP X ആണ്, PB എന്ന് പറയുന്നത് 7 - X ആണ്. അത് തന്നെയായിരിക്കും ഇവിടെയും 7 - X വരും. ഇനി B5 ആ സിയിലെ CQ എന്ന് പറയുന്നതും CR എന്ന് പറയുന്നതും ഈക്വൽ ലെങ്ത് ആണ്. അപ്പോൾ CR ഞാൻ ബാക്കി 4 - X. അപ്പോൾ ഇതും എന്താണ്, 4 - X ആണ്. അപ്പോൾ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. CR 4 - X, CQ എന്താണ്, 4 - X ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ 4 - X ഉം 7 - X കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 5 കിട്ടണം. അപ്പോൾ 4 7 11 - 2x ചെയ്താൽ 5 ആണെങ്കിൽ 11 - 5 എന്തായി, 2x ആയി. അപ്പോൾ 6 എന്തായി, 2x ആയി. 6 2x ആണെങ്കിൽ x എന്താ, 3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 3 കിട്ടി. അപ്പോൾ ഇവിടെ 3. ബാക്കി ഇവിടെ ഉണ്ടാകുക 4, ഇവിടെ 4, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ഓരോ ഡിസ്റ്റൻസും കിട്ടും. അതായത് AP യും AR ഉം 3 കിട്ടി. അടുത്ത് PB യും BQ യും 4 കിട്ടി. CR ഉം CQ യും എന്ത് കിട്ടി, 1 കിട്ടി. ഇത്ര സിമ്പിളാണ് പ്രോബ്ലം. ഓക്കെ, പഠിക്കണം. 4 മാർക്കിന് എത്ര മാർക്കിന്? 4 മാർക്കിന് ചോദിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏത് പാഠം? സർക്കിൾ ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന വൃത്തങ്ങളും വരകളും എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ
കട്ട്സ് എ കോഡ് ഇൻ ടു 2 പാർട്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അതായത് സർക്കിളിൻ്റെ റേഡിയസ് ഇങ്ങനെ വരും. ഇതാണ് റേഡിയസ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം പഠിച്ചു. പി എക്സ് ഇത് പി വൈ. അങ്ങനെയാണ് ഇത് റേഡിയസ് ഇത് ഡി ആണെങ്കിൽ ഇവിടെ ആർ പ്ലസ് ഡിയും ഇവിടെ ആർ മൈനസ് ഡി വരിക. അതായത് ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ. പി എക്സ് ഇൻറ്റു പി വൈ ദാറ്റ് ഈസ് ആർ പ്ലസ് ഡി. ആർ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് 2 ഇൻറ്റു മറ്റേ ആർ മൈനസ് 2 ഈസ് ഈക്വൽ ടു പി എക്സ് 3 ഇൻറ്റു 1. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് 4 3. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 + 4 ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7. ആർ സ്ക്വയർ 7 ആണെങ്കിൽ ആർ എന്താണിടാ? √7. ആർ എന്താണ്? √7 എന്ന ആൻസർ കിട്ടും. √7 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഏത് ചാപ്റ്റർ? സർക്കിൾ ആൻഡ് ലൈൻസ്. ഇതാണ് കേട്ടോ. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ഇത്രയാണ് പ്രോബ്ലം. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ ഞാൻ നിങ്ങളെ നമ്മുടെ RMS ബാച്ചിനെ പറ്റി കൃത്യമായിട്ട് മക്കൾ ഓർക്കുക. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വേണം, അതേപോലെ തന്നെ അതേപോലെ കൃത്യമായിട്ട് എന്ത് നിങ്ങൾക്ക് എന്ത് വേണം? കൂടുതൽ ക്വസ്റ്റ്യൻ വേണം, കൺസെപ്റ്റ് വേണം, ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ എത്രയും പെട്ടെന്ന് MS സൊല്യൂഷൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്പിലേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതായത് ഈ നമ്പേഴ്സ്, ഈ കാണുന്ന 2 നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മക്കൾ അഡ്മിഷൻ എടുത്താൽ മതി. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അതായത് എങ്ങനെ? സാറിൻ്റെ ഇൻസ്റ്റഗ്രാം ID അനുമോദ് ബാബു. ആ ഇൻസ്റ്റഗ്രാം ID വഴി മക്കൾ എന്ത് ചെയ്താൽ മതി? സാറിന് ഒരു മെസ്സേജ് ഇടുക. സാർ, എനിക്ക് ഈ ആപ്പ് വേണം, ആപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ആ രീതിക്ക് സാറിന് കൃത്യമായിട്ട് മെസ്സേജ് അയച്ചാൽ സാർ അതിന് റിപ്ലൈ തരും. എങ്ങനെ അതിലേക്ക് ചേരാമെന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തരും. കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മുടെ ഈ ചാറ്റ് ബോക്സ്, അതായത് നമ്മുടെ ഇവിടെ ഇല്ലേ കൃത്യമായിട്ട് പോകുന്ന സ്ക്രോള് വായിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സുമായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പരീക്ഷ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. അടുത്തടുത്ത് വരുന്നതിനേക്ക് നമ്മൾ 100 ക്വസ്റ്റ്യനിലേക്ക് ഇങ്ങനെ അടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? വളരെ വളരെ മനോഹരമായിട്ട് നമ്മളെ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, വൈകാതെ തന്നെ നിങ്ങളിലേക്ക് ഓരോ ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ കൃത്യമായിട്ട് അത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തൊട്ടടുത്ത ദിവസം നാളെ എന്താ ദിവസം? നാളെ ശനിയാഴ്ച നിങ്ങളുടെ 9ാമത്തെ ചാലഞ്ച് ഡേ, 9th ഡേ ആണ്. 9th ഡേ ആയിട്ട് എത്തും. വരുന്ന തിങ്കളാഴ്ച 10ാമത്തെ ദിവസം നമ്മൾ പകുതി ആവാൻ പോവാണ്. 10ാമത്തെ ദിവസം ആവാൻ പോവാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ആ ദിവസങ്ങളിലേക്കൊക്കെ കൃത്യമായിട്ട്, അതായത് നമ്മുടെ ഈ ആപ്പ് ലൈവും കാര്യങ്ങളും, അതായത് ലൈവ് ഷെഡ്യൂളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ കൃത്യമായൊരു ടൈം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും? നമ്മുടെ ക്ലാസ് നിങ്ങളിലേക്ക് എത്തും, ഞായറാഴ്ച ദിവസങ്ങളിൽ ഒഴിച്ച്. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലെന്നും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ എന്ത് നോക്കുക? നമ്മുടെ യൂട്യൂബ് ഒന്ന് കയറി നോക്കുക. സാറിൻ്റെ ചാലഞ്ച് വീഡിയോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ ഒരധിക സമയമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, ഏറ്റവും അവസാനത്തെ 20ാമത്തെ ദിവസം നിങ്ങളെ കാത്തൊരു സർപ്രൈസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും ദിവസത്തെ ഇത് അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരു ചോദ്യം ഇട്ട് തരും. ആ ചോദ്യം ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അതിൻ്റെ ആൻസർ അയച്ചു തരുന്ന കുട്ടിക്ക് വലിയൊരു സമ്മാനം നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചലഞ്ച് വെറുതെ അല്ല, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇത്രയും ഇൻഫോർമേറ്റീവ് സാധനം എന്ത് ചെയ്യുന്നുണ്ട്? മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മുഴുവൻ കുട്ടികൾക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തേക്ക് ഇവിടെ വിടവാങ്ങാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അനുമോദ് സാർ സൈനിങ് ഓഫ് ഫ്രം MS സൊല്യൂഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഓക്കെ മക്കളെ, നാളെ കാണാം.